നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലിതുള്ളി കാലവർഷം. ജില്ലയിൽ 2.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി അധികൃതർ. പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിൽ നവംബറിൽ പശുവിൻ പാൽ വിപണിയിൽ ഇറക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജ്. ഹിന്ദു അവകാശ സംരക്ഷണ സമ്മേളനത്തിന് പെരിയയിൽ സമാപനം. സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യം. വെൽഫെയർ പാർട്ടി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ജില്ലയിൽ കഞ്ചാവ് വേട്ട ശക്തമാക്കി. ഉപ്പളയിൽ കഞ്ചാവ് വേട്ടയ്ക്കെത്തിയ യുവാവിനെ പോലീസ് പിടികൂടി. ഒഴിഞ്ഞവളപ്പ് കടപ്പുറത്ത് തിമിംഗലം കരയ്ക്കടിഞ്ഞു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ജില്ലയിലെ കാലവർഷക്കെടുതിയിൽ 2.5 കോടിയുടെ നാശനഷ്ടമുണ്ടായതായി അധികൃതർ അറിയിച്ചു. 9ഓളം പേർക്ക് ജീവഹാനിയുണ്ടായതായും റിപ്പോർട്ട്. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ 2.5 കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ 9ഓളം പേർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. 26ഓളം വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. നിരവധി സ്ഥലങ്ങളിലെ കൃഷി പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഇതിൽ കവുങ്ങ്, തെങ്ങ് പോലുള്ള കൃഷിയും ഉൾപ്പെടും. 854 ഏക്കർ കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്നാണ് ഔദ്യോഗിക കണക്ക്. 1,27,000 രൂപയുടെ പൊതുവസ്തുക്കളും നഷ്ടമായതായി അധികൃതർ അറിയിച്ചു. കാലവർഷക്കെടുതിയിൽ ജില്ലയിലെ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. വരും ദിനങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുകയാണെങ്കിൽ നാശനഷ്ടങ്ങളുടെ കണക്ക് ഇനിയും വർദ്ധിക്കാനിടയുണ്ട്. PCK ബ്രാൻഡഡ് പാൽ നവംബറിൽ പുറത്തിറക്കുമെന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജ്. പെരിയ മഹാത്മാ ബഡ് സ്കൂളിനായി വാഹനം വാങ്ങുന്നതിനുള്ള സഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PCK ബ്രാൻഡഡ് പാൽ നവംബറിൽ പുറത്തിറക്കുമെന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജ് പെരിയയിൽ പറഞ്ഞു. ഇതിനായി എൻമകജെ പഞ്ചായത്തിൽ 5.25 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഡയറി പ്രൊജക്ട് അന്തിമഘട്ടത്തിനാണ്. നവംബറിൽ കമ്മീഷൻ വെക്കാനാണ് പദ്ധതിയുള്ളത്. വാസ്തവത്തിൽ വലിയ ശ്രമകരമായ ഒരു ജോലിയാണ്. വളരെ ക്ഷമയോടുകൂടി ആ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് പരിപാലിച്ച് വൈകുന്നേരം വരെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ അത് പരിപാലിപ്പിക്കുന്ന ദീപയുടെ കൊളീഗ്സിനെയും അസിസ്റ്റൻസിനെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു ചെറിയ ധനസഹായമാണ് ഈ സ്കൂളിൽ കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കഴിവിനനുസരിച്ച് പെരിയയിൽ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ആർക്കിടെക്റ്റിനെ തിരഞ്ഞെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതർ പഠിക്കുന്ന മഹാത്മാ ബഡ് സ്കൂളിനായി വാഹനം വാങ്ങാൻ 5 ലക്ഷം രൂപയാണ് കൈമാറിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ തുക ഏറ്റുവാങ്ങി. AV രാമകൃഷ്ണൻ, പ്രൊഫസർ AK ശങ്കരൻ, P മാധവൻ, അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ, KS കുര്യാക്കോസ്, ജസ്റ്റിസ് കരുണാരാജൻ, KR വിനോദ്, മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ, മഹാത്മാ ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ ദീപ എന്നിവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി പുല്ലൂർ പെരിയ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഹിന്ദു അവകാശ സംരക്ഷണ സമ്മേളനത്തിന് സമാപനം. പെരിയയിലാണ് സമ്മേളനം നടന്നത്. തുല്യനീതിക്കും തുല്യ അവസരത്തിനും എന്ന സന്ദേശവുമായി ഹിന്ദു അവകാശ സംരക്ഷണ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് നിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ജന്മം തന്നെ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ പിന്നോടിയായിട്ടാണ് ഈ ഇങ്ങനെ ഹിന്ദു ഐക്യവേദി എന്നൊരു സംഘടന സമൂഹത്തിൽ രൂപം കൊണ്ടത് തന്നെ. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പൂന്തുറയിലെ അബ്ദുൾ നാസർ മദനിയുടെ പ്രഭാഷണങ്ങൾ കേട്ട് പ്രകോപിതരായ കുറെ തീവ്രവാദികള് അവിടെ ഉണ്ടായിരുന്ന അരേ സമുദായത്തിലെ സഹോദരന്മാരെ
അങ്ങേയറ്റം പീഡിപ്പിക്കുകയും അവരെ ആ നാട്ടിൽ നിന്ന് ഓടിക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത അവസരത്തില് അവിടേക്ക് കടന്നു വന്ന ഹിന്ദു നേതൃത്വം അന്ന് തീരുമാനിച്ചു ഹിന്ദുവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന വേണം. മുരളീധരൻ പെരിയ അധ്യക്ഷനായി. RSS താലൂക്ക് സഹകാര്യവാഹക് ബാബു പുല്ലൂർ, VK ഗോവിന്ദൻ മടിക്കെ എന്നിവർ സംസാരിച്ചു. ഗോവിന്ദൻ കൂടാനം സ്വാഗതവും തമ്പാൻ കായക്കുളം നന്ദിയും പറഞ്ഞു. ഭൂരഹിതരെ സർക്കാർ വഞ്ചിക്കുകയാണെന്നാരോപിച്ച് കളക്ടറേറ്റ് ഉപരോധം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയാണ് ഉപരോധം സംഘടിപ്പിച്ചത്. സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കണമെന്നും ആവശ്യം. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിലൂടെ പാവപ്പെട്ട ഭൂരഹിതരെ നിരന്തരം വഞ്ചിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി കളക്ടറേറ്റ് ഉപരോധം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശശി പന്തളം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള മനുഷ്യർ കഴിഞ്ഞ 10 വർഷത്തോളം കേരള സമൂഹം ശ്രദ്ധിച്ചില്ല. അവർ സമരമേലാണ്. ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയുള്ള സമരം. ആ സമരങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് കയ്യിലിരിക്കുന്നത്. 100 വർഷം മുമ്പ് നമ്മുടെ രാജവാഴ്ചയുടെ കാലത്ത് ഒരുപക്ഷെ കോർപ്പറേറ്റ് കൃഷികൾക്ക് വേണ്ടി അല്ലെങ്കിൽ തോട്ടം മേഖലകൾക്ക് വേണ്ടി ഇവിടെ തോട്ടങ്ങൾ നമ്മുടെ രാജ്യത്തെ സർക്കാർ അത് പാട്ടത്തിന് കൊടുത്തിരുന്നു. ആ പാട്ടക്കാർ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. 2008 മുതൽ ഇന്നിപ്പോ 2015 വരെ അവസാനിക്കുമ്പോൾ 15 ലക്ഷം ഏക്കർ ഭൂമിയാണ് കേരളത്തിൽ ഇന്ന് പാട്ടക്കരാർ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ വൻകിട കമ്പനികളായ ഹാരിസിന്റെയും ടാറ്റയുടെയും അതേപോലെ വൻകിട കമ്പനികളുടെ കൈവശം വെച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് CH മുത്തലിബ് അധ്യക്ഷത വഹിച്ചു. സർവേ നടത്തി മുഴുവൻ സർക്കാർ ഭൂമികളും ഒഴിപ്പിക്കുക, ഗ്രാമങ്ങളിൽ 10 സെന്റ് ഭൂമി നൽകണമെന്ന കേന്ദ്ര സർക്കാർ നയം നടപ്പാക്കുക, സമഗ്ര ഭൂപരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഹമീദ് കക്കണ്ടം, K രാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി അബ്ദുള്ള, ഷെഫീഖ്, പുഷ്പലത, ആയിഷ, CH ബാലകൃഷ്ണൻ, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ എന്നിവർ പ്രസംഗിച്ചു. കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ യുവാവിനെ പോലീസ് പിടികൂടി. ഉപ്പള സ്വദേശിയെയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം SI പ്രമോദിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയയാളെ പോലീസ് പിടികൂടി. ബേക്കൂർ സമീപത്തെ ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബുധനാഴ്ച രാത്രി 10:30 മണിക്കാണ് ഉപ്പള സ്വദേശിയായ ജാഫറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തെ തുടർന്ന് മഞ്ചേശ്വരം SI പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് എത്തുകയായിരുന്നു. ഇയാളിൽ നിന്ന് 1 കിലോ 100 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് പിടികൂടി. ജാഫർ മുമ്പും കഞ്ചാവ് കേസിൽ കുമ്പള പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണി സമയത്ത് നമ്മൾ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് സോണ്ടാൽ ബേക്കൂർ ഭാഗത്തുള്ള ശാന്തിഗിരി എന്ന സ്ഥലത്ത് ജാഫർ എന്നാണ് ഉദ്ദേശം ഒരു 1100 ഗ്രാം 1 കിലോ 100 ഗ്രാം കഞ്ചാവ് ഒരു 300ഓളം പാക്കറ്റുകളായിട്ട് കൊണ്ടുവന്ന് കാണപ്പെടുകയും ഇയാളെ നമ്മൾ അറസ്റ്റ് ചെയ്തു. നിയമപ്രകാരമുള്ള പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇയാൾക്ക് മംഗലാപുരത്തു നിന്നും സാധനം വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് കൂടുതലായിട്ട് പരിശോധിച്ചു. ബാക്കിയുള്ള ആൾക്കാരെ അത്രയും മഞ്ചേശ്വരം SI പ്രമോദിന് പുറമെ സിവിൽ പോലീസ് വിനയൻ, ഗോകുൽ, നിശാന്ത്, രാജേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഒഴിഞ്ഞവളപ്പ് കടപ്പുറത്ത് കൂറ്റൻ തിമിംഗലം കരയ്ക്കടിഞ്ഞു. കരയ്ക്കടിഞ്ഞത് 2 ആഴ്ച പഴക്കമുള്ള തിമിംഗലത്തിന്റെ ജഡം. ഒഴിഞ്ഞവളപ്പ് കടപ്പുറത്ത് 2 ആഴ്ചയിലേറെ പഴക്കമുള്ള കൂറ്റൻ തിമിംഗലം കരയ്ക്കടിഞ്ഞു. അഴുകിയ നിലയിൽ കണ്ടെത്തിയ തിമിംഗലം കാണാൻ 100 കണക്കിന് ആളുകൾ എത്തി. നഗരസഭയിൽ നിന്ന് ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി. രോഗാണു പ്രസരണത്തിന് സാധ്യതയുള്ളതിനാൽ തിമിംഗലത്തെ മറവ് ചെയ്യാൻ നടപടി സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ 33-ാം വാർഡ് ഒഴിഞ്ഞുവളപ്പ് പ്രദേശത്ത് ഉള്ള കൗൺസിലർ ശ്രീമതി മറിയം നഗരസഭയെ തിമിംഗലം അടിഞ്ഞു എന്നതിൻ്റെ വാർത്ത അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഹെൽത്ത് വിഭാഗം ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി ഇതിൻ്റെ സംസ്കരിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 2 ആഴ്ചത്തോളം പഴക്കമുള്ള തിമിംഗലമായിട്ടാണ് തോന്നുന്നത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മാരക രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും പ്രദേശവാസികളുടെ ആരോഗ്യം മുൻനിർത്തിക്കൊണ്ട് ഇതിൽ JCB ഉപയോഗിച്ചുകൊണ്ട് വലിയ കുഴിയെടുത്ത് അത് കുഴിച്ചു മൂടാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വാർഡ് കൗൺസിലർ അതുപോലെ തന്നെ പ്രദേശവാസികളും അടുത്തുള്ള സ്ഥാപനത്തിൻ്റെയൊക്കെ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടെ JCB ഉപയോഗിച്ച് തിമിംഗലത്തെ മറവ് ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രശ്നത്തിൽ സർക്കാർ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയതായി E. ചന്ദ്രശേഖരൻ MLA. CPIയുടെ നേതൃത്വത്തിൽ നടന്ന അജാനൂർ പഞ്ചായത്ത് കാൽനട ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് സർക്കാർ കോടതിയിൽ അപ്പീലിന് പോയതോടെ വ്യക്തമായതായി ഇ ചന്ദ്രശേഖരൻ MLA. അജാനൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥ മൂലക്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിൽ വന്ന മോദി സർക്കാരിലെ മന്ത്രിമാർ അഴിമതി നടത്താൻ മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ ഇപ്പോൾ കോൺഗ്രസും BJPയും പരസ്പരം അഴിമതിയുടെ തെറിപ്പാട്ട് വിളിച്ചു പറയുകയാണ്. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യഥാസമയം ജാഥ യഥാസമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടിരുന്ന നടപടി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നടപടി ഇവിടെ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും എല്ലാം വെട്ടിമുറിക്കാനും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ ആവശ്യമായ വിധത്തിൽ അതിനെ സ്വരൂപിച്ചെടുക്കാനും ഒരു ശ്രമമാണ് നടത്തിയത്. KV കൊട്ടൻകുഞ്ഞി അധ്യക്ഷത വഹിച്ചു. PV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KV കൃഷ്ണൻ, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, A ദാമോദരൻ, ഗംഗാധരൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. കരുണാകരൻ കുന്നത്ത് ജാഥ ലീഡറും K ബിന്ദു ഡെപ്യൂട്ടറി ലീഡറുമായിരുന്നു. ജാഥ വെള്ളിക്കോത്ത്, മടിയൻ, PV റോഡ്, വാണിയമ്പാറ, വേലാശ്വരം, തെക്കേപ്പള്ളം, കൊട്ടിലങ്ങാട്, ഒറവുങ്കര, കല്ലുവരമ്പത്ത് തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കളരിക്കാലിൽ സമാപിച്ചു. പൊതുയോഗം CPI സംസ്ഥാന കൌൺസിൽ അംഗം KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിനായി പോരാടിയ ധീരജവാന്മാരെ സ്വാതന്ത്ര്യദിനത്തിൽ ആദരിക്കുന്നു. പെരിയ സൗഹൃദവേദി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഓഗസ്റ്റ് 15 രാവിലെ 10:30 സൗഹൃദവേദി ഭാരവാഹികൾ K മാധവേട്ടനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പൊന്നാട അണിയിച്ച് ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 16 വൈകിട്ട് 5 മണിക്ക് പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഉദുമ MLA K കുഞ്ഞിരാമൻ പെരിയയിലെ 21 സൈനികരെ പൊന്നാട അണിയിച്ച് ആദരിക്കും. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും സൗഹൃദവേദി കുടുംബത്തിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിക്കും. സൗഹൃദവേദിയുടെ മുൻ പ്രസിഡന്റും ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററുമായ ശ്രീ മണി പെരിയ, എൻ്റെ പേര് സുരേഷാണ്, സുരേഷ് കുമാറാണ്. ഞാൻ സൗഹൃദവേദി കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഞങ്ങൾ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ധീര ജവാന്മാരെ ആദരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ VK വേണുഗോപാലൻ, TV സുരേഷ് കുമാർ, ബാലകൃഷ്ണൻ മാരങ്കാവ്, പ്രമോദ് പെരിയ, മണി പെരിയ എന്നിവർ സംബന്ധിച്ചു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 15 നടക്കും. സ്പീഡ്വേ ഇൻ ഹാളിലാണ് സമ്മേളനം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അച്ചടി മേഖലയുടെ ഉന്നമനത്തിനായി കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചു വരുന്ന കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്പീഡ്വേ ഇൻ ഹാളിലായിരിക്കും സമ്മേളനം. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. KPA സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയൻ മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ പ്രസിഡന്റ് സിബി കൊടിയം കുന്നേൽ അധ്യക്ഷത വഹിക്കും. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ സമ്മേളനത്തിൽ ആദരിക്കും. സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അച്ചടി ജോലികൾ നൽകുമ്പോൾ സ്വകാര്യ പ്രസ്സുകളെയും പരിഗണിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 15 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള സ്പീഡ്വേ ഇൻ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. സമ്മേളനം കാസർഗോഡ് MP ശ്രീ P കരുണാകരൻ ഉദ്ഘാടനം ചെയ്യും. KPA സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ Y വിജയൻ മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ പ്രസിഡന്റ് ശ്രീ സിബി കുടിയാങ്കുന്നേൽ അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ 4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രസ്സുകൾക്കുള്ള ഉപഹാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷരീഫ്
സമർപ്പിക്കും. പ്രസ് ഉടമകളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഉപഹാരം കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സിബി കൊടിയാംകുന്നിൽ, മുജീബ് അഹമ്മദ്, റെജി മാത്യു, പ്രജിത് മേലത്ത്, അജയ് കുമാർ, അശോക് കുമാർ, ഗണേഷ് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് നാടൊരുങ്ങുന്നു. വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂളിൽ മെഗാ ക്യൂസ് മത്സരം നടന്നു. മെഗാ ക്യൂസ് മത്സരത്തിൽ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 65 പോയിന്റോടെ ജേതാക്കളായി. 51 പോയിന്റ് നേടി ഉറൂസ് ലൈൻ പബ്ലിക് സ്കൂൾ കാഞ്ഞിരടുക്കം 2ാം സ്ഥാനം നേടി. മത്സരം സ്കൂൾ ഡയറക്ടർ ഫാദർ ജോമോൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് കാഞ്ഞങ്ങാട് DYSP K. ഹരിചന്ദ്ര നായിക് സമ്മാന വിതരണം നടത്തി. നമ്മുടെ കുട്ടികൾ ഏത് തരത്തിൽ ലെവലിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. പഴയ പണ്ട് വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നിലവിൽ നമുക്കറിയാം. ഇപ്പോൾ എല്ലാം ഒരു വിലക്കും രീതിയിലാണ് നമുക്ക് അറിവിന്റെ ഒട്ടനവധി നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പണ്ട് പുരാണങ്ങളിൽ കേൾക്കുന്ന വിജ്ഞാനപുരം പറഞ്ഞാൽ ഒരുപാട് തപസ് ചെയ്ത് ബ്രഹ്മദേവനെ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ പ്രതിഷ്ഠപ്പെട്ടപ്പോൾ അത് വാഴവിന്റെ അറിവ് എന്റെ വേദ മുമ്പിൽ കിട്ടുന്ന രീതിയിൽ ഉണ്ടാകണം. അങ്ങനെ വരം വേണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ ഫാദർ ജോജോ ജോസഫ്, ഫാദർ ജോബി പുളിക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകർക്കുള്ള പ്രവൃത്തി പരിചയ ശില്പശാലയിൽ കരവിരുതിന്റെ കമനീയത നിറഞ്ഞു. കാസർഗോഡ് ഡയറ്റിന്റെ നേതൃത്വത്തിലുള്ള നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ചെറുവത്തൂരിൽ ശില്പശാല ഒരുക്കിയത്. പ്രവൃത്തി പരിചയ പഠനത്തിന്റെ പ്രാധാന്യവും വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികളും പരിചയപ്പെടുത്തുന്നതിനായി ഡയറ്റ് കാസർഗോഡ്, ചെറുവത്തൂർ ഉപജില്ലാ പ്രവൃത്തി പരിചയ ക്ലബ്ബ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഏകദിന അധ്യാപക പരിശീലനവും ശില്പശാലയും സംഘടിപ്പിച്ചത്. ഡയറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന നൈപുണ്യ പരിശീലന പരിപാടിയിലെ ആദ്യ ശില്പശാലയാണ് ചന്തേര BRCയിൽ നടന്നത്. ചോക്ക്, ബുക്ക് ബൈൻഡിംഗ്, പാവനിർമ്മാണം എന്നിവയിൽ പരിശീലനം, പ്രവൃത്തി പരിചയമേളയുടെ തയ്യാറെടുപ്പിനുള്ള ആസൂത്രണം എന്നിവ നടന്നു. ഡോക്ടർ M. ബാലൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക്, ഇന്ത്യൻ യുവാക്കൾക്ക് വേണ്ടത്ര പരിശീലനം നൽകിയില്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു ഓട്ടക്കരമായി തീരും. സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയൊരു പുരോഗതി നമുക്ക് ദർശിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ G. ഗോപകുമാർ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കും. അപ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി കാണുകയും നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിൽ അതിനർഹമായ സ്ഥാനം നൽകുകയും വിദ്യാഭ്യാസത്തിന് ശേഷം ഈ കൈത്തൊഴിലുകളെ ജീവന ഉപാധിയായി മാറുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ തലമുറയെ നയിക്കുകയും ചെയ്യേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭമാണ്. KV പ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. K. ഭാർഗവിക്കുട്ടി, VV രാമചന്ദ്രൻ, പ്രമോദ് അടുത്തില, M. മഹേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. P. ഹരിനാരായണൻ, പ്രകാശൻ പയ്യന്നൂർ, TP സ്വപ്ന എന്നിവർ പരിശീലനം നൽകി. പാഴ്വസ്തുക്കളിൽ കരവിരുതിന്റെ കമനീയത തീർക്കുകയാണ് പ്രകാശൻ പയ്യന്നൂർ. ചക്കക്കുരുവിലും മാങ്ങേണ്ടിയിലുമെല്ലാം തീർത്ത രൂപങ്ങൾ ക്ലാസ് മുറികളിൽ നിരന്നപ്പോൾ കുരുന്നുമുഖങ്ങളിൽ കൗതുകം നിറഞ്ഞു. കയ്യിൽ കിട്ടുന്ന പാഴ്വസ്തുക്കളൊന്നും പ്രകാശൻ മാസ്റ്റർ വെറുതെ കളയാറില്ല. അത് ചക്കക്കുരുവായാൽ പോലും അതിനെയെല്ലാം അദ്ദേഹം മനോഹര രൂപങ്ങളാക്കി മാറ്റും. ക്ലാസ് മുറികളിൽ കുട്ടികളെ പഠനത്തിന് സഹായിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹങ്ങൾ രൂപങ്ങൾ ഓരോന്നും നിർമ്മിച്ചെടുക്കുന്നത്. ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ ഉറുമ്പും കൊക്കും മാങ്ങയണ്ടി കൊണ്ടുണ്ടാക്കിയ പക്ഷിയും ഇദ്ദേഹത്തിന്റെ കരവിരുതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം.
കഴിഞ്ഞ 10 വർഷമായി ചാത്തനങ്കൈ ഗവൺമെന്റ് LP സ്കൂളിൽ 1ാം തരത്തിലെ അധ്യാപകനാണ് പ്രകാശൻ പയ്യന്നൂർ. അധ്യാപക പരിശീലനങ്ങൾ, പ്രവൃത്തി പരിചയ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനാണ് ഇദ്ദേഹം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് ക്ലാസുകൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ഷട്ടിൽ കോക്കിൽ ഉണ്ടാക്കിയ നായ, കടലാസ് കൊണ്ടുണ്ടാക്കിയ കാക്ക, വിരൽപാവകൾ, പൊട്ടിയ ടോർച്ച് ഉപയോഗിച്ച് നിർമ്മിച്ച പൂമ്പാറ്റ എന്നിവയെല്ലാം പാഴ്വസ്തുക്കളിൽ പ്രകാശൻ മാസ്റ്റർ തീർത്ത വിസ്മയങ്ങളാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് രൂപങ്ങൾ ഓരോന്നും ഉണ്ടാക്കുന്നത്. ജില്ലയിൽ 50ലധികം വിദ്യാലയങ്ങളിൽ 1ാം തരത്തിൽ ബിഗ് സ്ക്രീൻ പ്രകാശൻ മാസ്റ്റർ ഒരുക്കിയിട്ടുണ്ട്. അധ്യാപകനായി എത്തിയ ശേഷമാണ് ഈ മേഖലയിലേക്ക് ഇദ്ദേഹം വന്നെത്തുന്നത്. ഇപ്പം 1ാം ക്ലാസ്സിൽ 1ാമത്തെ പാഠമായ താരയുടെ വീട് എന്ന പാഠത്തിൽ താരയുടെ തത്ത, പ്രാവ്, പരുന്ത്, കാക്ക ഈ 3-4 പക്ഷികളും കുട്ടികൾ ഞാൻ ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫിംഗർ പപ്പറ്റായിട്ട് കുട്ടികൾ സംഭാഷണ രൂപത്തിൽ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഈ വർഷം 5 സ്കൂളിൽ 1ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ, പപ്പറ്റ് വേണ്ട ചിത്രങ്ങൾ, ഫിംഗർ പപ്പറ്റ്, വടിപ്പപ്പറ്റ്, പിന്നെ ബിഗ് പിക്ചറിലെ ചിത്രങ്ങൾ, മുഖംമൂടി, ഈ 4 ഐറ്റങ്ങൾ അമ്മമാർക്ക് കളർ കൊടുത്ത് അമ്മമാർ തന്നെ നിർമ്മിച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. എല്ലാ സ്കൂളും ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ സാധനങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്ന പാഴ്വസ്തുക്കളാണ്. ഏതെല്ലാം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല? കുപ്പി, ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന കുപ്പികൾ, വാട്ടർ കുപ്പികൾ, പിന്നെ അതുപോലെ തന്നെ മോശമായ എന്ത് സാധനം, ടോർച്ച്, എന്ത് സാധനം കാണുന്ന ആ സാധനം എടുത്തിട്ട് ഞാൻ ചെയ്യും. അതാണ് പ്രത്യേകത. ഒന്ന് മനസ്സ് വെച്ചാൽ നിർമ്മിച്ചെടുക്കാനാകുന്നതാണ് രൂപങ്ങളെല്ലാം എന്ന് പ്രകാശൻ മാസ്റ്റർ പറയുന്നു. അധ്യാപകർക്കും കുട്ടികൾക്കുമായി കരവിരുതിലൂടെ പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് 1ാം തരത്തിലെ ഈ 1ാം തരം അധ്യാപകൻ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഐതിഹ്യങ്ങളും മിത്തുകളും ജനകീയ ഐക്യത്തിന്റെയും ഒരുമയുടെയും ശക്തികേന്ദ്രം കൂടിയാണ്. പാരമ്പര്യ സ്മൃതികൾ ഉണർത്തി മാവിലാക്കടപ്പുറം ഒരിയറ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന ഇളനീർ പൊളിക്കൽ ചടങ്ങ് ശ്രദ്ധേയമായി. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും അന്തസ്സും പേറുന്നവയാണ് ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഐതിഹ്യത്തിന്റെയും മിത്തുകളുടെയും അകക്കരുത്തിൽ അരങ്ങേറുന്ന ചടങ്ങുകൾക്ക് പ്രത്യേക വിശുദ്ധിയും താളവുമുണ്ട്. ഒരിയരക്കാവിൽ പൂമാലദേവിക്കും പരിവാരങ്ങൾക്കും നെല്ലിക്കാത്തിയനും മലാമുകയനും ഇളനീർ സമർപ്പിച്ചതായാണ് പുരാവൃത്തം. ഈ ഇളനീർ സമർപ്പണത്തിന്റെ സ്മരണയിലാണ് വർഷം തോറും ഇളനീർ പൊളിക്കൽ ചടങ്ങ് നടക്കുന്നത്. ഒരിയരക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന് മുന്നിലുള്ള ദേവീദേവന്മാരുടെ സങ്കല്പത്തറയുടെ അഗ്നികോണിലുള്ള തേങ്ങാക്കല്ലിൽ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രേശന്മാരും മുഗയ സമുദായക്കാരും നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രേശന്മാരും കർക്കിടക മാസത്തിൽ തേങ്ങ പൊളിക്കുന്ന ചടങ്ങ് കണ്ടു നിൽക്കുന്ന വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും നിർവൃതി പകരുന്ന കാഴ്ചയാണ്. ഈ പൂമാലയും പൂമാരുതനും ഉയര കടപ്പുറം വന്നിറങ്ങി കപ്പലിൽ വന്നിറങ്ങി ഓർമ്മ പുറത്തുന്ന ഒരു സുദിനമാണ് ഇന്ന് ഉയരക്കാവിൽ നടക്കുന്ന ഇളനീർ വഴി. ഇളനീർ വഴി ഐതിഹ്യം എന്ന് പറയുന്നത് പൂമാലിനെയും പൂമാരുതനെയും അവർ സ്വീകരിക്കാൻ വേണ്ടി ആദ്യം ഉണ്ടായത് ഉയര എന്ന സ്ഥലത്ത് നെല്ലിക്കാത്തിയനാണ്. ആ നെല്ലിക്കാത്തിയൻ കൊത്തിക്കൊടുത്ത ഇളനീര് കുടിച്ചാണ് അവർ ആ സ്വീകരണം ഏറ്റുവാങ്ങി. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഇന്ന് ഈ ഇളനീര് കുടിയായിട്ട് നടക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ട്രാവൽ ആൻഡ് ടൂറിസം പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് മാൾ ഓഫ് ഇന്ത്യയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ട്രാവൽ ആൻഡ് ടൂറിസം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വിസ്മയക്കാഴ്ചയൊരുക്കി കാഞ്ഞങ്ങാട് മോത്തി സിൽക്സ് ഉദ്ഘാടനം നടന്നു. നഗരത്തിൽ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തി. കാഞ്ഞങ്ങാടിന് പൊന്നോണ സമ്മാനമായി എത്തി മോത്തി സിൽക്സിന്റെ ഉദ്ഘാടനം നാടിന് വിസ്മയക്കാഴ്ചയായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നഗരത്തിൽ പുഷ്പവൃഷ്ടി നടത്താൻ ഹെലികോപ്റ്റർ പറക്കുകയുണ്ടായി. നഗരത്തിനു മുകളിൽ വട്ടമിട്ട് പറന്ന ഹെലികോപ്റ്ററിൽ നിന്നും കിൻഡൽ കണക്കിന് പുഷ്പങ്ങൾ നഗരത്തിൽ വർഷിച്ചു. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഉദ്ഘാടനം കാണാൻ എത്തിയത്. കോട്ടച്ചേരിയിലെ നവീകരിച്ച മെട്രോ ബിൽഡിംഗിലാണ് മോത്തി സിൽക്സ് പ്രവർത്തിക്കുന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇ ചന്ദ്രശേഖരൻ MLA സാരി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് ഫെയർ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഗാസി സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റെഡിമെയ്ഡ് വസ്ത്രശേഖരം റവറൻ ഫാദർ വിൽസൺ ഡിസൂസയും ഫാൻസി സ്വാമി പ്രേമാനന്ദയും നിർവഹിച്ചു.
ആദ്യ വിൽപ്പന മെട്രോ മുഹമ്മദ് ഹാജി നിർവഹിച്ചു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ, C യൂസഫ് ഹാജി, K വേണുഗോപാലൻ നമ്പ്യാർ, TV രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലിതുള്ളി കാലവർഷം. ജില്ലയിൽ 2.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി അധികൃതർ. പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിൽ നവംബറിൽ പശുവിൻ പാൽ വിപണിയിൽ ഇറക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജ്. ഹിന്ദു അവകാശ സംരക്ഷണ സമ്മേളനത്തിന് പെരിയയിൽ സമാപനം. സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യം. വെൽഫെയർ പാർട്ടി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ജില്ലയിൽ കഞ്ചാവ് വേട്ട ശക്തമാക്കി. ഉപ്പളയിൽ കഞ്ചാവ് വേട്ടയ്ക്കെത്തിയ യുവാവിനെ പോലീസ് പിടികൂടി. ഒഴിഞ്ഞവളപ്പ് കടപ്പുറത്ത് തിമിംഗലം കരയ്ക്കടിഞ്ഞു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.